ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 18 കിലോമീറ്ററാണ് നെഹർഗർ കോട്ടയിലേക്കുള്ള ദൂരം. സമുദ്രനിരപ്പിൽ നിന്നും 700 അടി ഉയരത്തിൽ ആരവല്ലി പർവ്വതനിരകളുടെ ശിഖരങ്ങളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1734 ജയ്പൂർ രാജാവായിരുന്ന സവായ് ജയ്സിംഗ് രണ്ടാമനാണ് ഇത് പണികഴിപ്പിച്ചത്. ആദ്യം ഈ കോട്ട അറിയപ്പെട്ടിരുന്നത് സുദർശൻഗഡ് എന്ന പേരിലായിരുന്നു. 50 രൂപയാണ് കോട്ടയിലേക്കുള്ള പ്രവേശന നിരക്ക്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം നാം എത്തിച്ചേരുന്നത് മനോഹരമായ ഈ ചത്വരത്തിലേക്കാണ്. ഇതാണ് മാധവേന്ദ്ര ഭവൻ. ജയ്പൂർ രാജാവായിരുന്ന മാധോ സിംഗ് തന്റെ 9 ഭാര്യമാർക്കായി പണികഴിപ്പിച്ച കെട്ടിടം. രണ്ട് നിലകളിലായിട്ടാണ് മാധവേന്ദ്ര ഭവൻ പണികഴിപ്പിച്ചിരിക്കുന്നത്. ശൈത്യകാലത്ത് രാജാവും ഭാര്യമാരും താഴത്തെ നിലയിലും ഉഷ്ണകാലത്ത് മുകളിലത്തെ നിലയിലുമായിരുന്നു താമസം. 9 ഭാര്യമാരുടെയും മുറികൾ ഒരേ മാതൃകയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മാധവേന്ദ്ര ഭവനിലെ ഏറ്റവും വലിയ ആകർഷണമാണ് മനോഹരമായ ഈ പെയിന്റിങ്ങുകൾ. ഈ പടവുകളിലൂടെ നാം എത്തിച്ചേരുന്നത് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലേക്കാണ്. ഉഷ്ണകാലത്ത് രാജാവും രാജ്ഞിമാരും താമസിച്ചിരുന്നത് ഈ കെട്ടിടങ്ങളിലാണ്. ഇവിടെയും ഒരേ മാതൃകയിൽ തന്നെയാണ് രാജ്ഞിമാരുടെ മുറികൾ പണികഴിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ ഇടനാഴി കിങ്സ് വേ എന്നറിയപ്പെടുന്നു. രാജാവിന് താൻ ഉദ്ദേശിക്കുന്ന രാജ്ഞിയുടെ മുറിയിലേക്ക് മറ്റു രാജ്ഞിമാർ അറിയാതെ രഹസ്യമായി എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്. വീണ്ടും പടവുകൾ കയറി നാം എത്തിച്ചേരുന്നത് ഈ കെട്ടിടത്തിന്റെ ടെറസിലേക്കാണ്. രാജസ്ഥാനി വാസ്തുശില്പകലയുടെ മനോഹാരിത ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ നമുക്ക് ആസ്വദിക്കാനാകും. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിൽ ആരവല്ലി പർവ്വതനിരകളുടെ ശിഖരങ്ങളിലാണ് നെഹർഗർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള ജയ്പൂർ നഗരത്തിന്റെ കാഴ്ചകളും അതിമനോഹരമാണ്. കോട്ടയിലേക്ക് ആവശ്യമായ വെള്ളം ശേഖരിച്ചിരുന്ന കിണറാണിത്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ കോട്ട ഒരിക്കലും ശത്രുക്കളുടെ ആക്രമണത്തിനും വിധേയമായിട്ടില്ല. നെഹർഗർ കോട്ടയിലെ മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്കാണ് നാം പോകുന്നത്. ഇതാണ് സൺസെറ്റ് പോയിന്റ്. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടി ഉയരത്തിൽ നിന്നുകൊണ്ടുള്ള അസ്തമയ സൂര്യന്റെ ഈ കാഴ്ച വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ചില മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ചരിത്ര സ്മാരകങ്ങൾ പരിചയപ്പെടുത്തുന്ന കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.